ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുറന്ന കോടതിയിലാണ് ബെയിലിൻ ദാസിനെ ഹാജരാക്കുന്നത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബെയിലിൻ ദാസിനെ ഇന്നലെ പോലീസ് പിടികൂടിയത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ബെയിലിൻ ദാസിനെ DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ഇതിപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുന്നു. ഇനിയിപ്പോഴുള്ള തുടർ നിയമ നടപടികൾ അതെങ്ങനെ സുലേഖ? അതിനെന്തായാലും ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ബെയിലിൻ ദാസിനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയത്. തുടർന്ന് തുമ്പ പോലീസ് പിടികൂടിയതിനു ശേഷം വഞ്ചിയൂർ പോലീസിന് കൈമാറുകയായിരുന്നു ബെയിലിൻ ദാസിനെ. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ബെയിലിൻ ദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഓപ്പൺ കോർട്ടിലാണ് ബെയിലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഈ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കിയ ശേഷം ഇത്തരത്തിൽ ജാമ്യം നൽകണമോ അല്ല പോലീസ് കസ്റ്റഡിയിൽ ബെയിലിൻ ദാസിനെ വിടണമോ എന്നതിൽ തീരുമാനമുണ്ടാകും. എന്തായാലും കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഉച്ചയോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷ ബെയിലിൻ ദാസ് സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നില്ല. ആ ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് പ്രതി ബെയിലിൻ ദാസിനെ പിടികൂടിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഈ ജില്ല വിട്ട് ബെയിലിൻ ദാസ് പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനമുണ്ടായിരുന്നു. ബെയിലിൻ ദാസിന്റെ ഫോൺ ലൊക്കേഷൻ അടക്കം ഈ ബെയിലിൻ ദാസിന്റെ ഫോൺ ലൊക്കേഷനൊപ്പം തന്നെ സുഹൃത്തുക്കളുടെ ഫോണിലെ ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് പോലീസ് ബെയിലിൻ ദാസിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് 11:30 കൂടിയാണ് ഈ ബെയിലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കുക. ഓപ്പൺ കോർട്ടിലായിരിക്കും ബെയിലിൻ ദാസിന്റെ വാദം നടക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബെയിലിൻ ദാസ് ഇന്നലെ ഈ ചോദ്യം ചെയ്ത് പൂർത്തിയായതിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ബെയിലിൻ ദാസിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് വലിയ രീതിയിൽ ബെയിലിൻ ദാസിന്റെ സഹപ്രവർത്തകരൊക്കെ തന്നെയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും 11:30 കൂടിയാണ് ബെയിലിൻ ദാസിനെ വഞ്ചിയൂർ കോടതിയിലെ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കുക. ഇതിൽ തുടർന്നായിരിക്കും കോടതിയുടെ നടപടി അനുസരിച്ചായിരിക്കും പോലീസിന്റെ മറ്റ് നടപടികൾ പോവുക എന്നുള്ളതാണ് അതിര. സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ളത് നിയമ നടപടികൾ തന്നെയാണ്. തുടക്കം മുതലുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഏറെ പ്രശംസനീയമാണെന്ന് പറഞ്ഞിരിക്കുന്നു. നേരത്തെ സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിയിലേക്ക് എത്തുന്നതിൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അടക്കം നടത്തുന്നു. അത്തരത്തിൽ സമഗ്രതയായിരുന്നു ഈ ഒരു കേസിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് സുലേഖ. തീർച്ചയായിട്ടും അതിന് പോലീസിന്റെ കൃത്യതയാർന്ന കാര്യക്ഷമതയായിരുന്ന സമഗ്രമായ അന്വേഷണം തന്നെയാണ് ബെയിലിൻ ദാസിനെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. ഈ ഫോൺ ലൊക്കേഷൻ അടക്കം ബെയിലിൻ ദാസിന്റെയും ഒപ്പം സുഹൃത്തുക്കളുടെയും ഫോൺ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം പോയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ബെയിലിൻ ദാസ് തിരുവനന്തപുരം ജില്ല വിട്ടുപോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിരുന്നു. അതിലൂന്നിയ തന്നെയാണ്, അതായത് ഈ ജില്ലയിൽ തന്നെ ബെയിലിൻ ദാസ് ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ജില്ല വിട്ടു പോയിട്ടില്ല എന്ന് ഒരു നിഗമനമുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഫോൺ ലൊക്കേഷനും സുഹൃത്തുക്കളുടെയും ബെയിലിൻ ദാസിന്റെയും ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചൊപ്പം ബെയിലിൻ ദാസിന്റെ അടുത്ത ബന്ധുക്കളുടെയും ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം പോയിട്ടുണ്ടായിരുന്നത്. ഈ ബെയിലിൻ ദാസിനെ ഇന്നലെ ചോദ്യം ചെയ്തതിനൊപ്പം തന്നെ ബെയിലിൻ ദാസിന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവര് പറഞ്ഞതുപോലെ പോലീസിന്റെ സമഗ്രമായ അന്വേഷണം തന്നെയാണ് ബെയിലിൻ ദാസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജൂനിയർ അഭിഭാഷകയായിട്ടുള്ള യുവതിയെ പ്രതി ബെയിലിൻ ദാസ് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് യുവതി നൽകിയ പരാതിയിന്മേലാണ് വഞ്ചിയൂർ പോലീസ് ബെയിലിൻ ദാസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇന്ന് ബെയിലിൻ ദാസിനെ ഇന്ന് ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കും. തുടർന്നായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യതയാർന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്നത് തന്നെയാണ് പരാതി നൽകിയ യുവതിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ കാര്യക്ഷമമായ സമഗ്രമായ അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വലിയ വിമർശനങ്ങൾ പോലീസിന് നേരെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ ആരോപണങ്ങൾ പോലീസിന് നേരെ വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് വളരെ കൃത്യതയായി വളരെ സമഗ്രമായി തന്നെ അന്വേഷണം നടത്തി ബെയിലിൻ ദാസിനെ
പിടികൂടിയത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അത് പക്ഷേ അന്ന് കോടതി പരിഗണിച്ചില്ല. ഇന്നലെയാണ് നൽകിയത്. ഇന്നലെ കോടതി പരിഗണിച്ചില്ല. ആ പരിഗണിക്കാത്ത ഘട്ടത്തിലാണ് ഈ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ബെയിലിൻ ദാസ് നടത്തിയത്. ആ ശ്രമം പൊളിച്ചുകൊണ്ടാണ് പോലീസ് ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിര ശരി, വ്യക്തമാണ്. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.